ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മാർക്കറ്റിൻ്റെ അകത്ത് ഇത്ര കണ്ട് ആക്റ്റീവായിട്ട് നിൽക്കാൻ നേരത്ത് നമ്മളെപ്പോഴും പേടിക്കുന്നത് ബെയർ മാർക്കറ്റിനെയാണ്, അല്ലെങ്കിൽ ഒരു ക്രാഷിനെയാണ് നമ്മളെപ്പോഴും പേടിക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് മാർക്കറ്റ് ക്രാഷ് 2024 അല്ലെങ്കിൽ മാർക്കറ്റ് ക്രാഷ് 2023, മാർക്കറ്റ് ക്രാഷ് 2022 ഇങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വർഷത്തിലും മാർക്കറ്റ് ക്രാഷ് വരുമെന്നും പറഞ്ഞുകൊണ്ട് പ്രഡിക്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. എല്ലാ വീഡിയോസ് കാണാൻ നേരത്തും നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്നതായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയാണോ? 2024 ക്രാഷ് വരുമെന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യാൻ നേരത്ത് സാധാരണ കാണുന്നതിനെക്കാട്ടിയും ഒരുപാട് അധികം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. എല്ലാ പ്രാവശ്യവും നിങ്ങൾ കാണുന്ന വീഡിയോസ് പോലെ അല്ല ഇപ്രാവശ്യം, ഈ വർഷം നിങ്ങൾ കാണുന്ന വീഡിയോസ് എന്ന് പറയുന്നത്. അവർ പറയുന്ന റീസൺസ് വളരെയധികം വാലിഡ് ആയിട്ട് നമുക്ക് തോന്നുന്നതായിരിക്കാം. അത് സംഭവിക്കാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ വളരെയധികം കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നതായിരിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ക്രാഷ് വരാനുള്ള ചാൻസ് ഉണ്ടോ? ക്രാഷ് ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്രാഷ് വരുമെന്ന് ആൾക്കാർ സംസാരിക്കുന്നത്? അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താണ്? അവരെല്ലാവരും തന്നെ പറയുന്നത് 2019 വരാതെ പോയ ക്രാഷാണ് ഇപ്പം മാർക്കറ്റിൻ്റെ അകത്ത് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ആ 2019 എങ്ങനെയാണ് ആ ക്രാഷ് വരാതെ പോയത്? അങ്ങനെ വരാതെ പോകാൻ വേണ്ടിയിട്ട് അന്ന് ഗവൺമെൻറ്റുകൾ എടുത്ത ഡിസിഷൻസ് എന്താണ്? ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചെറിയ കഥയിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ കഥയുടെ നെക്സ്റ്റ് പാർട്ടിലായിരിക്കും നമ്മൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ക്രാഷ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ടൂളിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിലായിരിക്കും. ഇന്ന് നമ്മളൊരു കഥയാണ് പറയാൻ പോകുന്നത്. 2019 സംഭവിച്ച കഥയാണ് പറയാൻ പോകുന്നത്. ഇത് അധികം മാർക്കറ്റിലുള്ള എക്സ്പേർട്ടുകൾക്ക് മാത്രം അറിയാവുന്നൊരു സംഭവമാണ്. അല്ലാതെ റീറ്റെയിലേഴ്സ് ആരും തന്നെ ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് സംസാരിച്ച് ഞാൻ പേഴ്സണലി കേട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം US അകത്തുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ US അകത്തുള്ള ഒരു മണി അവരെങ്ങനെയാണ് ഗവൺമെൻറ് പൈസ റൈസ് ചെയ്യുന്നത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഗവൺമെൻറ്റുകൾക്ക് പൈസ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അവരൊന്ന് ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യും, അതല്ലെങ്കിൽ അവർ ടാക്സ് റേറ്റുകളിൽ ഹൈക്ക് കൊണ്ടുവരുന്നതായിരിക്കും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീസ് കാര്യങ്ങളൊക്കെ അവർ കൂട്ടുന്നതായിരിക്കും. നോർമലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം US മാർക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട് എന്ന് പറഞ്ഞാൽ വെർച്വലി റിസ്ക് ഫ്രീ ആയിട്ടുള്ള ബോണ്ടുകളാണ്. അതല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഡിമാൻഡാണ്. എത്ര ബോണ്ട് ആൾക്കാർ ഇഷ്യൂ ചെയ്താലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്താലും അത് മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ US എപ്പോഴും ആൾക്കാരുണ്ടായിരിക്കും. ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒബ്വിയസ്ലി നമ്മൾ വിചാരിക്കും പോലെ സാധാരണക്കാർ പോയിട്ട് ഈ ബോണ്ടുകളെല്ലാം മേടിക്കുന്നു എന്നല്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗീസ് മേടിക്കുന്നുണ്ട്, ബാങ്കുകൾ മേടിക്കുന്നുണ്ട്. ബാങ്കുകൾ മേടിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ നമ്മളെല്ലാവരും ചെയ്യുന്നു, ബാങ്കിൽ കൊണ്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്തേക്കാണ്. ഈ ബാങ്കുകൾ പോയിട്ട് ബോണ്ട് മേടിക്കുകയാണ്. അവർ സേഫ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് എന്നുള്ള രീതിയിൽ അവർക്ക് ഇത് എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പോയിട്ട് ബോണ്ട് മേടിക്കുകയാണ്. ബോണ്ട് മേടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ ഈ ബോണ്ട് പൈസ അവിടെ ചിലവായി പോയല്ലോ. അപ്പോൾ ആ പൈസ അവർക്ക് വേറെ ആർക്കെങ്കിലും ലോണായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം എക്കണോമിക്കകത്ത് മണി സപ്ലൈ വരത്തില്ല. അങ്ങനെയാണ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ ഇത് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും പിന്നെ ഈ രീതിയിൽ ബോണ്ടുകൾ കൂടുതൽ ഇഷ്യൂ ചെയ്തുകൊണ്ടുമൊക്കെ മാർക്കറ്റിൻ്റെ അകത്തുള്ള ഇൻഫ്ലേഷൻ കുറച്ച് നിർത്തുന്നത്. കാരണം മാർക്കറ്റ് അകത്ത് പൈസ അവർ അങ്ങോട്ട് സക്കിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതേ കണക്കുള്ള പല മെഷേഴ്സും എടുക്കുന്ന വഴിയിട്ട്. ഇനി ഈ രീതിയിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോഴും ഇവർക്ക് തോന്നിയ പാടെ എത്ര വേണമെങ്കിലും ബോണ്ട് ഇഷ്യൂ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവിടെയും നമുക്ക് US ഡെപ്റ്റ് സീലിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഇത്ര കോടിക്ക് മേലിൽ അല്ലെങ്കിൽ ഇത്ര ബില്യണിന് മേലിൽ അവർക്ക് ബോണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത്ര ട്രില്യണിന് മേലിൽ അവർക്ക് ബോണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ആ ഒരു സീലിംഗ് എത്തും, അവിടെ ഒരു ലെവലെത്തും, ഒരു ടോപ്പ് ചെയ്യുന്ന ഒരു ലെവലെത്തും. ആ ടോപ്പ് ചെയ്യുന്ന ലെവൽ എത്തി കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്ത് ചെയ്യണം? പിന്നെ അവർ കോൺഗ്രസിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കണം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പാർലമെൻറ്റാണ്. US പാർലമെൻറ്റിൽ അവരിത് അവതരിപ്പിക്കണം, ഈ ഒരു ഇഷ്യൂ അവതരിപ്പിക്കണം. നമുക്ക് ഇനിയും ക്യാഷ് ആവശ്യമാണ്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് ഇനിയും ഒരുപാട് സപ്ലൈ ഉണ്ട്, നമുക്ക് ബോണ്ട് ഇഷ്യൂ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ആ പ്രോബ്ലം അവർ അവതരിപ്പിക്കണം. പ്രോബ്ലം അവതരിപ്പിക്കാൻ നേരത്ത് നോർമലി അത് പാസ്സാവാറാണ് പതിവ്. പക്ഷേ ഈ പാസ്സാവുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു പാസ്സാക്കുന്നത്? അതായത് ഒബ്വിയസ്ലി ബോണ്ട് കൊടുത്തിട്ട് അതിന് പകരം ഒരു ക്യാഷ് ആണല്ലോ റൈസ് ചെയ്യുന്നത്. ആ ക്യാഷ് വെച്ചിട്ട് ഇവർ എന്താണോ ചെയ്യാൻ പോകുന്നത്? അവർ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണോ ചെയ്യാൻ പോകുന്നത്? ഏതെങ്കിലും ഒരു പാർട്ടി പറഞ്ഞേക്കുന്ന കാര്യമാണോ അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്? അതായത് രണ്ട് പാർട്ടികൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് രണ്ട് പാർട്ടിയും പ്രോമിസ് ചെയ്തേക്കുന്നത് അവരവരുടെ അജണ്ടകൾ നടപ്പാക്കാനാണോ പോകുന്നത്? ഈ രീതിയിലൊക്കെ തന്നെ അവർ ഡിസ്കഷൻസ് നടത്തി അവരെവിടെയെങ്കിലുമൊക്കെ ഒരു തീരുമാനങ്ങളിൽ എത്തി കഴിയുമ്പോഴത്തേക്കാണ് അവർ നോർമലി ഈ ഒരു ഡെപ്റ്റ് സീലിംഗ് കൂട്ടുന്നത്. അതായത് നേരത്തെ ഇത്ര ട്രില്യൺ മാത്രമേ റൈസ് ചെയ്യാവുമായിരുന്നു, അതിനുശേഷം അവർ ഇത്ര ട്രില്യണിലോട്ട് അവരുടെ ഹൈക്ക് കൊണ്ടുവരികയാണ്. ആ രീതിയിലാണ് ഈ ഒരു ഡെപ്റ്റ് സീലിംഗ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മേലോട്ട് ഇത് ഓരോ പ്രാവശ്യവും പുതിയ ഡീലുകൾ വരുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ഹൈക്ക് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ
ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡെപ്റ്റ് സീലിങ്ങിൻ്റെ ഡീല് 2019 നടന്നിട്ടുണ്ടായിരുന്നു. അതായത് മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ള കടങ്ങൾ അവിടെ എടുത്തതിന് ശേഷം ആ ഡെപ്റ്റ് സീലിംഗ് ഹിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അവർക്ക് പിന്നെയും മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് പൈസ അവർക്ക് സക്കിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ആ സീലിംഗ് റൈസ് ചെയ്തായിരുന്നു. സീലിംഗ് റൈസ് ചെയ്തതിന് ശേഷം അവർ വളരെ ഫാസ്റ്റായിട്ട് മാർക്കറ്റിൻ്റെ അകത്ത് നിന്ന് മണി സക്കിൻ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ US എക്കണോമിയുടെ അകത്ത് 2017-19 കാലഘട്ടങ്ങളിലെന്ന് പറഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നടക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്? മാർക്കറ്റിൻ്റെ അകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങും, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്ങുമാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ QE എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അകത്തോട് ഒരുപാട് മണി ഗവൺമെൻറ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ പ്രിൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അതില്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ കൂടുതൽ ബോണ്ടുകൾ കാര്യങ്ങളൊന്നും കൊടുക്കാതെ ആയിരിക്കാം. എങ്ങനെയെങ്കിലുമൊക്കെ അവർ മാർക്കറ്റിൻ്റെ അകത്ത് ലിക്വിഡിറ്റി കുറച്ച് കൂട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് പറയുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് ലിക്വിഡിറ്റി മൊത്തം സക്കിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റുകൾ ചിലപ്പം കൂട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ രീതിയിലൊക്കെ ആയിരിക്കും അവർ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ 2017-19 കാലഘട്ടങ്ങളിൽ US-ൻ്റെ അകത്ത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്ങിൻ്റെ ഒരു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ പെർ മന്ത് അവർ ഓൾമോസ്റ്റ് ഒരു $30 ബില്യൺ ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് സക്കിൻ ചെയ്തുകൊണ്ടിരുന്നത്. ലിക്വിഡിറ്റി സക്കിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അവർ ബോണ്ടുകൾ വളരെ ഫാസ്റ്റായിട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ തന്നെ ഈ ബോണ്ടുകൾ മേടിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് വെർച്വലി റിസ്ക് ഫ്രീ ആയിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള അസറ്റ് ആയിട്ടാണല്ലോ ഇതിനെ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ടായിരിക്കും. ബാങ്കുകൾ കാര്യങ്ങളൊക്കെ തന്നെ ഈ ബോണ്ടുകൾ മേടിച്ചുകൊണ്ടിരിക്കും. എത്ര കണ്ട് ബോണ്ടുകൾ മേടിക്കുന്നു അത്ര കണ്ട് ആ പൈസ മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ എക്കണോമിക്ക് അകത്തുനിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ രാജ്യത്തിൻ്റെ അകത്തുള്ള ലിക്വിഡിറ്റി സക്കിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തായിരുന്നു 2019 ഈ ഒരു എന്താ പറയുക ഡെപ്റ്റ് സീലിങ്ങിൻ്റെ ഇതെത്തിയത്. ആ ഒരു എന്താ പറയുക ടോപ്പ് സീലിംഗ് എത്തുകയും അതിനുശേഷം അവർ 2019 സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേക്കും അടുത്ത പാർലമെൻറ്റ് കൂടിയിട്ട് അവർ തീരുമാനിച്ചു ഈ ഒരു ഡെപ്റ്റ് സീലിംഗ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. ഡെപ്റ്റ് സീലിംഗ് റൈസ് ചെയ്തപ്പോഴത്തേക്കും അവർ അടുത്ത് ഒരു പെർ മന്ത് ഒരു അഡീഷണൽ $100 ബില്യൺ കൂടെ അവർ മാർക്കറ്റിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യാൻ വേണ്ടി കേപ്പബിളായി, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. $100 ബില്യൺ. നേരത്തെ എത്രയാണ് നടന്നുകൊണ്ടിരുന്നത്? വെറും $30 ബില്യൺ. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന 30 പ്ലസ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു 100 ബില്യൺ, അപ്പോൾ മൊത്തം 130 ബില്യൻ്റെ ഒരു മാർക്കറ്റിൻ്റെ അകത്തുനിന്നുള്ള ഒരു ലിക്വിഡിറ്റി ഡ്രൈ അപ്പ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ $130 ബില്യൺ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം പൊയ്ക്കൊണ്ടിരുന്നതിൻ്റെ അകത്തുനിന്നൊരു ഫോറക്സിൻ്റെ ഒരു ജമ്പാണ് വന്നേക്കുന്നത്. ഈ ഫോറക്സിൻ്റെ ജമ്പ് മാർക്കറ്റിൻ്റെ അകത്ത് ഒരു ലിക്വിഡിറ്റി ക്രൈസിസ് തന്നെ ക്രിയേറ്റ് ചെയ്തു. എങ്ങനെയാണ് ഈ ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലിക്വിഡിറ്റി ക്രൈസിസ് ഇത്ര വേണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ലിക്വിഡിറ്റി ക്രൈസിസ് വരുമ്പോഴത്തേക്കും ആദ്യം നശിക്കാൻ പോകുന്നത് നമ്മുടെ റെപ്പോ മാർക്കറ്റാണ്. റെപ്പോ മാർക്കറ്റ് മൊത്തത്തിൽ പൊട്ടിപ്പാളിസാവുന്നതായിരിക്കും. എന്താണ് ഈ റെപ്പോ മാർക്കറ്റ്? അതായത് ബാങ്കുകളുടെ ഇടയിൽ ഇൻ്റർ ബാങ്കിങ് ലെൻഡിങ്ങിനെയാണ് നമ്മൾ നോർമലി റെപ്പോ മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഇൻ്റർ ബാങ്കിങ് ലെൻഡിങ് നടക്കുന്നത്? അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബാങ്ക് കുറേയധികം ഡെപ്പോസിറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബാങ്ക് ആ ഡെപ്പോസിറ്റ് എടുത്തതിനെക്കാട്ടിയും കൂടുതൽ പൈസ വേറെ ആർക്കെങ്കിലും ഒക്കെ ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം തന്നെ ക്യാഷായിട്ട് ഒരാളെ നിന്ന് ഡെപ്പോസിറ്റ് എടുക്കാൻ നേരത്ത് ഫുള്ള് ക്യാഷായിട്ട് എടുക്കുന്നു, അടുത്ത് ലോൺ കൊടുക്കാൻ നേരത്ത് ഫുള്ള് ക്യാഷായിട്ട് ഔട്ട് ചെയ്യുന്നു. ആ രീതിയിലല്ലോ ഈ പ്രോസസ്സ് നടക്കുന്നത്. ഇന്ന് പണ്ടത്തെ കാലത്താണെങ്കിൽ ആ രീതിയിലൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ അല്ല നടക്കുന്നത്. ഇവിടെ എല്ലാം ജസ്റ്റ് അക്കൗണ്ടിങ് ടേമുകളിൽ മാത്രമാണ് ഈ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയും കടം കൊടുക്കുകയും ഒക്കെ കാര്യങ്ങൾ നടത്തുന്നത്. നമ്മൾ ഒരാൾക്ക് ഒരു 100 രൂപ കൊടുക്കാൻ നേരത്ത് നമ്മൾ അയാൾക്ക് ഫിസിക്കലി ഒരു 100ൻ്റെ നോട്ടല്ല കൊടുക്കുന്നത്, മറിച്ച് ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് സെൻഡ് ചെയ്താണ് കൊടുക്കുന്നത്. ആ 100ൻ്റെ നോട്ട് അല്ല അയാൾ അടുത്ത വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നത്, അയാളും ജസ്റ്റ് സെൻഡ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സിനാരിയോയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് അക്കൗണ്ടിങ് ടേംസിൽ മാത്രമാണ് നമ്മളിപ്പോൾ ഡെപ്പോസിറ്റുകളും ബോറോയിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ആൾക്കാർ ഡെപ്പോസിറ്റ് ചെയ്തതിനെക്കാട്ടിയും കൂടുതൽ തുക ബാങ്കുകൾ പലപ്പോഴും ലെൻഡ് ചെയ്യാറുണ്ട്. ചില ബാങ്കുകൾ ചില സിറ്റുവേഷൻസിൽ അവർക്ക് ലെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ ആ കാര്യങ്ങളൊക്കെ കൊണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ ഒരു ഓപ്പർച്യൂണിറ്റി കാണാത്തതുകൊണ്ടോ ഒക്കെ തന്നെ അവർ എത്രയാണോ ഒരു ഡെപ്പോസിറ്റ് കിട്ടിയത് അത്രയും തുക അവർ ലെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ബാങ്കുകളുടെ അടുത്ത് ക്യാഷിൻ്റെ സർപ്ലസും ഉണ്ടായിരിക്കും. കൂടുതൽ ഡെപ്പോസിറ്റിനെക്കാട്ടിയും കൂടുതൽ അവർ ലെൻഡ് ചെയ്തിട്ടുള്ള ബാങ്കുകളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കയ്യിൽ ക്യാഷിൻ്റെ ഡെഫിസിറ്റും ഉണ്ടായിരിക്കും. പക്ഷേ ഇവർക്ക് എല്ലാ ദിവസവും തന്നെ എന്ത് ചെയ്യണം, അവർക്ക് ഈ ഒരു
അവരുടെ റേഷ്യോസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൈസകളെല്ലാം തന്നെ ഡെഫിസിറ്റ് ഉണ്ടായിരിക്കാൻ പാടില്ല. അവർക്ക് ആ ഡെഫിസിറ്റിനെ ഈക്വൽ ചെയ്യാനുള്ള രീതിയിൽ അവരവരുടെ മണി കാണിക്കേണ്ടി വരും. അവരുടെ റേഷ്യോസ്, അവരുടെ ലിക്വിഡിറ്റി റേഷ്യോസും കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ആ ബാങ്ക് പൂട്ടി പോകുന്നതായിരിക്കും. അപ്പോൾ ആ ലിക്വിഡിറ്റി റേഷ്യോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് സർപ്ലസ് ഉള്ള എവിടെയാണോ ഏതാണോ ബാങ്ക്, അവരെ നിന്ന് ഈ ക്യാഷ് ഡെഫിസിറ്റ് ഉള്ള ബാങ്കുകൾ പൈസ കടം എടുക്കുന്നതായിരിക്കും. ഈ കടം എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഈ റെപ്പോ റേറ്റുകൾ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തെ സെൻട്രൽ ബാങ്കുകളാണ് അല്ലെങ്കിൽ റിസർവ് ബാങ്കുകളാണ് സെറ്റ് ചെയ്യുന്നത്. യുഎസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ റെപ്പോ റേറ്റ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫെഡ് എന്ന് പറയുന്ന ഫെഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിസർവ് ബാങ്കാണ് അത് സെറ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും യുഎസിൻ്റെ അകത്ത് ഈ രീതിയിലുള്ള ഒരു റെപ്പോ റേറ്റ് കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ റെപ്പോ മാർക്കറ്റൊക്കെ ഇങ്ങനെ നിൽക്കാൻ നേരത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഇത്രണ്ട് വലിയൊരു ലിക്വിഡിറ്റി ക്രൈസിസ് വന്നത്. ലിക്വിഡിറ്റി ക്രൈസിസ് വന്നപ്പോഴത്തേക്കും ഈ ബാങ്കുകളുടെയിലൊക്കെ ഡെഫിസിറ്റ് ഉള്ള ബാങ്കുകൾ, ക്യാഷ് ഡെഫിസിറ്റ് ഉള്ള ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്യാഷ് വേണം, പക്ഷേ മാർക്കറ്റിൻ്റെ അകത്ത് ക്യാഷ് ഇല്ല. കാരണം മാർക്കറ്റിൻ്റെ അകത്തുള്ള ക്യാഷുകളെല്ലാം തന്നെ ബോണ്ടിലോട്ട് പോയി കഴിഞ്ഞു, ബോണ്ട് മാർക്കറ്റിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞു. ക്യാഷ് സർപ്ലസ് ഉള്ള ബാങ്കുകൾ തീരെ തന്നെ ഇല്ലാതായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ കയ്യിൽ കുറച്ചൊക്കെ ക്യാഷ് സർപ്ലസ് ഉണ്ടെങ്കിൽ ആ ബാങ്കുകൾ ലെൻഡ് ചെയ്യത്തില്ല എന്നുള്ളൊരവസ്ഥയിലോട്ട് എത്തിയായിരുന്നു ആ സമയത്ത്. ഏകദേശം നമ്മുടെ എനിക്ക് കൃത്യമായിട്ട് ടൈം ഓർമ്മയില്ല, പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഒരു സെപ്റ്റംബർ 17 ആ റേഞ്ചൊക്കെ ആണെന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെ ആയപ്പോഴത്തേക്കാണ് ഈ ഒരു ഇത്ര വലിയൊരു ഇഷ്യൂലോട്ട് അവിടെ എത്തുകയും അതിനുശേഷം അവിടെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ലിക്വിഡിറ്റിയിൽ ഷോർട്ടേജ് വരികയും ചെയ്തു. അപ്പോൾ ബാങ്കുകളുടെ കയ്യിൽ ഇവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡെഫിസിറ്റ് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ബാങ്കുകളൊക്കെ പൂട്ടിപ്പോകാനുള്ള ചാൻസാണ്. കാരണം അവരൊക്കെ ഡിഫോൾട്ട് ചെയ്യാനുള്ള ചാൻസ് ഏറ്റവും അധികം ഹൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരു ദിവസം അവിടെ 2019 സെപ്റ്റംബർ 17 എന്താണെന്ന് തോന്നുന്നു ഇൻട്രാഡേക്കകത്ത് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഹൈ 10% അടുപ്പിച്ച് വരെ പോയിട്ടുണ്ടായിരുന്നു. റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ഹൈ ഒന്നും പോകുന്നൊരു സംഭവമല്ല. അവിടുത്തെ നോർമൽ റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് 2%, 3% ഒക്കെയാണ് യു എസിലൊക്കെ വരുന്ന റെപ്പോ റേറ്റുകൾ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഇപ്പം ആ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഹൈ ആയിട്ടുള്ള 10%, ഇൻട്രാഡേയിൽ 10% വരെ പോയിട്ടുണ്ടായിരുന്നു. അത് ക്ലോസിംഗ് ബേസിസിൽ നോക്കുകയാണെങ്കിൽ പോലും 5.2% വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി റെപ്പോ റേറ്റുകൾ ഫെഡാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയൊരു ലിക്വിഡിറ്റി ക്രൈസിസ് വന്നതുകൊണ്ട് ഇത് ഇത്ര ഫെഡിൻ്റെ കയ്യിൽ പോലും നിൽക്കാതെ ഇൻട്രസ്റ്റ് റേറ്റുകൾ ഷൂട്ടപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം, ഇത് ഓവർനൈറ്റ് വന്ന പ്രശ്നമാണ്. ഇത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തില്ലെങ്കിൽ ബാങ്കുകൾ പൊളിയുന്നതായിരിക്കും. ബാങ്കുകൾ പൊളിയുന്നതിനനുസരിച്ചിട്ട് മാർക്കറ്റിൻ്റെ അകത്ത് പിന്നെയും ബാക്കിയുള്ള സാധനങ്ങൾ, ബാക്കിയുള്ള കമ്പനികൾ കാര്യങ്ങളെല്ലാം തന്നെ പൊളിയുന്നതായിരിക്കും. അത് വളരെ വലിയൊരു എക്കണോമിക് റിസഷനിലോട്ടും മാർക്കറ്റിൻ്റെ അകത്ത് ഒരു ക്രാഷിലോട്ടും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് അത് പോകാമായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നമല്ല, ഒരു നിയമമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെപ്പോ റേറ്റുകൾ ഫെഡ് ആണല്ലോ സെറ്റ് ചെയ്യുന്നത്. ആ സെറ്റ് ചെയ്തേക്കുന്ന എമൗണ്ടിൽ ബാങ്കുകൾക്ക് ക്യാഷ് റൈസ് ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് ക്യാഷ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഫെഡിൻ്റെ അടുത്തോട്ട് ഡയറക്റ്റ് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ബാങ്കുകൾ എവിടെയൊക്കെയാണോ ബാങ്കുകൾക്ക് ക്യാഷ് ഇല്ല എന്ന് വന്നത് ആ ബാങ്കുകളെല്ലാം തന്നെ ഫെഡിൻ്റെ അടുത്തോട്ട് ഡയറക്റ്റ് പോവുകയും അവർക്ക് ഫെഡ് മണി പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഓവർനൈറ്റ് ഫെഡ് മണി പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തത്. അത് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്ങിൽ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഓവർനൈറ്റ് ആയിട്ട് തന്നെ ഫെഡ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലോട്ട് പോവുകയുണ്ടായി. അപ്പം ഈ രീതിയിൽ ഫാസ്റ്റായിട്ട് വന്നേക്കുന്ന ഒരു ഡ്രമാറ്റിക് ആയിട്ട് വന്നേക്കുന്ന ഒരു ചേഞ്ച് ആയിരുന്നു ആക്ച്വലി നമ്മളെ മാർക്കറ്റിനെ 2019 തന്നെ ഒരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റീസണായി വന്നത്. ഓക്കെ, ഞാനിവിടെ നമുക്ക് ജസ്റ്റ് നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ നാസ്ഡാക്കിൻ്റെ ചാർട്ടിലോട്ടൊന്ന് പോകാം. നാസ്ഡാക്കിൻ്റെ ചാർട്ടിൽ നമ്മൾ നോക്കാൻ നേരത്ത് 2019 വെച്ച് തന്നെ അവിടെ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബുൾ മാർക്കറ്റ് 2019 സെപ്റ്റംബർ ടൈം ആയപ്പോൾ തന്നെ അവിടെ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ഇടയിൽ നമ്മൾ നിന്നതുകൊണ്ടാണ് കൊറോണ ക്രാഷിൻ്റെ അകത്ത് മാർക്കറ്റ് ഇടിഞ്ഞിട്ട് മാർക്കറ്റ് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് കയറിപ്പോയത്. ആക്ച്വലി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ അവിടെ മണി പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അവിടെ ഒരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പുള്ള സമയത്ത് നമ്മളിതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചാർട്ടിൽ നോക്കാൻ നേരത്ത് ഇതൊരു കണ്ടിന്യൂസ് ഒരു അപ് ട്രെൻഡ് അല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് എവിടെ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ടായി, എവിടെയായിരുന്നു ബെയർ മാർക്കറ്റ് എന്നൊക്കെ ചോദിക്കുന്ന ചില ആൾക്കാരുണ്ടായിരിക്കും. അവരെന്ന് പറഞ്ഞാൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ഇതിനൊന്ന് സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും 2017-18 ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടോപ്പ് നിങ്ങൾ നോക്കുക. ഈ ടോപ്പിനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടോ മാർക്കറ്റ്? ഇവിടെ ഇപ്പോൾ നോക്കുക 2017-18 ഈ ഉണ്ടാക്കിയിരിക്കുന്ന ടോപ്പ് ഏകദേശം ഇവിടുത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 7000 ലെവലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ടോപ്പിൽ നിന്നുകൊണ്ട് 2019 2 വർഷത്തിന് ശേഷം ആയപ്പോഴത്തേക്കും മാർക്കറ്റ് 8,000 ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അതിന് അവിടെ 7000 ലെവലിൽ നിന്ന് 8,000 ലെവലിലോട്ട് മാത്രമേ മാർക്കറ്റ്
മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എത്ര വർഷം കൊണ്ട്? 2 വർഷം കൊണ്ട്. അവിടെയാണ് അതിൻ്റെ ഒരു ബെയർ മാർക്കറ്റ്, ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി നമുക്ക് ഈ 2019 സെപ്റ്റംബറിൽ ഇവിടെ നടന്നിട്ടുള്ള ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിലോട്ട് അവിടുത്തെ ഗവൺമെൻറ് പോയ ഒരു ഡിസിഷനിൽ നിന്നുകൊണ്ടാണ് അവിടുത്തെ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ആവുന്നത്. ഈ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ആയതുകൊണ്ടാണ് ആക്ച്വലി നമുക്ക് എന്താ പറയുക, നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള റണ്ണപ്പ് നമുക്ക് ഈവൻ ദോ കൊറോണ വന്നിട്ട് പോലും. കൊറോണ നമ്മൾ ആലോചിച്ച് നോക്കുക, കൊറോണ എന്തോരം വലിയൊരു ഇഷ്യൂ ആയിരുന്നു. കൊറോണ എന്ന് പറയുമ്പോഴത്തേക്കും രാജ്യത്ത് ഇന്ന് വരെ നമ്മൾ, എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടുള്ള ഇഷ്യൂസിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിരുന്നു. കാരണം കുറേ അധികം നാളത്തേക്ക് എല്ലാ സാധനങ്ങളും ഷട്ട് ഡൗൺ ചെയ്യുകയാണ്, എല്ലാ സാധനങ്ങളും ഒരു ലോക്ക്ഡൗണിലോട്ട് പോവുകയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും മാർക്കറ്റ് അതിനനുസരിച്ച് റിയാക്ട് ചെയ്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, പൈസയാണ്. അതായത് മാർക്കറ്റിൻ്റെ അകത്ത് എപ്പോഴും മാർക്കറ്റ് നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ മാത്രമാണ്. അല്ലാതെ ഒരു കമ്പനി നല്ലതാണോ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടോ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഗ്രോത്ത് പെർസെൻറ്റേജ് എന്താണ്, ആ കമ്പനിയുടെ പ്രൊമോട്ടറിൻ്റെ ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ ഒരു രാജ്യം എത്ര കണ്ട് നല്ല രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ രാജ്യത്തിൻ്റെ GDP ഗ്രോത്ത് പെർസെൻറ്റേജ് എന്താണ്, ഇതെല്ലാം തന്നെ സെക്കൻഡറി ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് പൈസ ഉണ്ടോ ഇല്ലയോ. ആൾക്കാരിൽ മേടിക്കാൻ പൈസ ഉണ്ടെങ്കിൽ ആൾക്കാർ മേടിക്കും, ഷെയർ പ്രൈസ് മേലിലോട്ട് പോകും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സെക്കൻഡറി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. മാർക്കറ്റ് അങ്ങനെയാണ്. മാർക്കറ്റ് നമ്മൾ റാഷണൽ മൈൻഡോടായിട്ട് വരാൻ നേരത്ത് പലപ്പോഴും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. മാർക്കറ്റ് എങ്ങനെയാണോ മാർക്കറ്റിനെ അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആക്ച്വലി ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ മാർക്കറ്റിൻ്റെ അകത്ത് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രീതിയിലൊരു ലിക്വിഡിറ്റി ക്രൈസിസ് അന്ന് വന്നപ്പോഴത്തേക്കും അവർക്ക് എന്തുകൊണ്ടാണോ അത്ര ഫണ്ട് ഫാസ്റ്റായിട്ട് ഓവർനൈറ്റായിട്ട് അവർക്ക് മണി പ്രിൻറ്റ് ചെയ്യാൻ പറ്റിയത്? കാരണം അന്നത്തെ സമയത്ത് മാർക്കറ്റിൻ്റെ അകത്ത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കൊറോണ ക്രാഷൊക്കെ വരുന്ന സമയമായപ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ അകത്ത് പിന്നെയും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ആൾക്കാർ മീൻസ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, മണി പ്രിൻറ്റ് ചെയ്യുന്നു. കാരണം അവർക്ക് ആ സമയത്ത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ലോ ആയിട്ടാണ് നിന്നത്. ആ സമയത്ത് അവർ അന്തസ്സായിട്ട് നല്ല രീതിയിൽ തന്നെ മണി പ്രിൻറ്റിങ് നടത്തി. ഹെലികോപ്റ്റർ മണി എന്നാണ് ഈ രീതിയിൽ മണി പ്രിൻറ്റിങ് നടത്തുന്നതിനെ പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള മണി പ്രിൻറ്റിങ് നടത്തി നമ്മൾ ഗ്ലോബലി തന്നെ ഒരു വലിയൊരു ബുൾ മാർക്കറ്റ് കണ്ടു. സ്റ്റോക്കുകൾ പലതും 100x 10x 20x 30x ചില സ്റ്റോക്കുകളൊക്കെ 500x ഒക്കെ ആയിട്ടുണ്ട്. US നോക്കുകയാണെങ്കിൽ പല സ്റ്റോക്കുകളും വളരെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള റിട്ടേൺസ് ആണ് തന്നിട്ടുള്ളത്. US നമ്മൾ നോക്കാൻ നേരത്തെ ഈ ഒരു റണ്ണപ്പിൻ്റെ പോസ്റ്റർ ബോയ് ആയിട്ട് ഏറ്റവും കൂടുതൽ അവിടെ ആഘോഷിക്കപ്പെട്ട സ്റ്റോക്ക് എന്ന് പറയുന്നത് ടെസ്ലയാണ്. ടെസ്ലയുടെ മേജർ റണ്ണപ്പൊക്കെ തന്നത് ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്താണ്. അതിനുശേഷം പിന്നീട് US മാർക്കറ്റ് ഇൻഫ്ലേഷൻ കൂടിയ സമയത്തേക്ക് എന്ത് ചെയ്യുന്നു, അവർ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്ങിലോട്ട് പോവുകയാണ്. ഈ മണി സപ്ലൈ നിർത്തുന്നു, ഇൻട്രസ്റ്റ് റേറ്റുകൾ പതുക്കെ കൂട്ടി കൊണ്ടുവരുന്നു, പിന്നീട് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ച് താഴെ കൊണ്ടുവരികയാണ്. അതിനുശേഷം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എഗെയിൻ നമ്മളൊരു ലിക്വിഡിറ്റി ക്രൈസിസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലിക്വിഡിറ്റി ക്രൈസിസ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സിനാരിയോനെ പറ്റിയിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കവർ ചെയ്യാം. പക്ഷേ എന്നിരുന്നാൽ പോലും ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു ലിക്വിഡിറ്റി ക്രൈസിസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ഫെഡിന് വളരെ ഈസി ആയിട്ട് മണി പ്രിൻറ്റിങ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. മണി പ്രിൻറ്റിങ് എന്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല? നമ്മുടെ ഇവിടെ ഇപ്പോഴും ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ റേറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത്ര കണ്ട് ഹ്യൂജ് ആയിട്ടൊരു ഇൻഫ്ലേഷൻ റേറ്റ് നിൽക്കാൻ നേരത്ത് നമ്മൾ മണി പ്രിൻറ്റിങ് നടത്തുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ അകത്ത് ഇൻഫ്ലേഷൻ പിന്നെയും കൂടിപ്പോകും. രാജ്യത്തിൽ ഇപ്പോൾ അതായത് ഗ്ലോബലി തന്നെ യുഎസിൻ്റെ ടാർഗറ്റഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 2% താഴോട്ട് കൊണ്ടുവരണമെന്നാണ്. യുഎസിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻഫ്ലേഷൻ നിൽക്കുന്നത് 3.5% ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇൻഫ്ലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി ഏറ്റവും ഹയസ്റ്റ് ലെവലുകളായിട്ടുള്ള ഒരു 2022 നോക്കാൻ നേരത്ത് എനിക്ക് തോന്നുന്നു 10%, 9% ഒക്കത്തിലോട്ടൊക്കെ ഇൻഫ്ലേഷൻ ഹൈ ആയിട്ടുണ്ടായിരുന്നു യുഎസിൻ്റെ അകത്ത്. അപ്പോൾ ആ ഒരു ഇൻഫ്ലേഷൻ ലെവലിൽ നിന്ന് ഇപ്പോൾ ഇത്ര ഒരു ഇൻഫ്ലേഷൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ ടാർഗറ്റഡ് ഇൻഫ്ലേഷൻ ലെവലിലോട്ട് സ്റ്റിൽ എത്തിയിട്ടില്ല. അപ്പോൾ ആ ടാർഗറ്റഡ് ഇൻഫ്ലേഷൻ ലെവലിലോട്ട് എത്താതെ യുഎസിൻ്റെ അകത്ത് ഒരു മണി പ്രിൻറ്റിങ് ആക്ച്വലി പോസിബിൾ ആണോ ഇല്ലയോ എന്നൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ ഈ മാർക്കറ്റിൻ്റെ അകത്ത് ഒരു ക്രാഷ് വരുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം ലിക്വിഡിറ്റി ഇപ്പോൾ ഓരോ ദിവസവും ഡ്രൈ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പെർസെൻറ്റേജിലാണ് ഡ്രൈ അപ്പ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. എനിവേ ലിക്വിഡിറ്റി മാർക്കറ്റിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു റെപ്പോ റേറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ റെപ്പോ മാർക്കറ്റിൻ്റെ അകത്ത് ഒരു ഇത് വരികയാണെങ്കിൽ, ഒരു റെപ്പോ മാർക്കറ്റ് ബ്ലോ അപ്പ് ചെയ്യുകയാണ്, അതിൻ്റെ അകത്തൊരു ക്രൈസിസ് വരികയാണെങ്കിൽ അത് റെപ്പോ മാർക്കറ്റിൻ്റെ അകത്ത് മാത്രമായിരിക്കത്തില്ല, നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റും അല്ലെങ്കിൽ മറ്റ് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് എല്ലാം തന്നെ സ്പ്രെഡ് ചെയ്യും. അത് വളരെ വലിയൊരു ക്രാഷ് ആയിട്ടുള്ള ഒരു സിനാരിയോയിലോട്ട് പോകുന്നതായിരിക്കും. പക്ഷേ ആക്ച്വലി അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കൊന്നും തന്നെ പറയാൻ പറ്റത്തില്ല. കാരണം US ഇതിനെല്ലാം തന്നെ മുൻകൂട്ടി കാണുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഞാനിതൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ മാർക്കറ്റിൻ്റെ അകത്ത് ഓൾറെഡി പല ആൾക്കാരും പറഞ്ഞത് കാര്യങ്ങൾ കേട്ടതൊക്കെ വെച്ചിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ യുഎസിൻ്റെ അകത്ത് അവിടെയുള്ള വലിയ വലിയ ഹയർ ഒഫീഷ്യൽസിനെ എല്ലാം തന്നെ അറിയാമെന്നുള്ള കാര്യമായിരിക്കും. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും അവരുടെ മുന്നിൽ കണ്ടിട്ടുണ്ടായിരിക്കും എന്തൊക്കെ മെഷേഴ്സാണ് എടുക്കുന്നതെന്ന് അവർക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. പക്ഷേ ആ ഐഡിയയൊക്കെ തന്നെ 2019 ഫെയിൽ ആവുന്നത് നമ്മൾ കണ്ടായിരുന്നു. കാരണം ഓവർനൈറ്റ് ആണ് അവർക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടി വന്നത്. അവർക്കൊരു വളരെ സോഫ്റ്റ് ആയിട്ട് ഇത് ലാൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും അവർ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അവർക്ക് അത് കൃത്യമായിട്ട് ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബെയർ മാർക്കറ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. അതെപ്പോൾ വരുമെന്ന്
എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക് റിലേറ്റഡ് ആയിട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടോ ഏതെങ്കിലും സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടോ എന്തൊക്കെ ക്വയറീസ് ഉണ്ടോ എല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് എല്ലാത്തിനുള്ള റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുന്നവരെ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.